ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എടുക്കുന്നതാണ്. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് പറഞ്ഞിട്ട് പോയതൊന്നുമല്ല. പോകുന്ന വഴിക്ക് വിചാരിച്ചു അന്നൊരു വീഡിയോ എടുക്കാം, ഇത് നമുക്കൊരു ഓർമ്മയില്ലേ, നമ്മൾ പണിയെടുക്കാൻ പോകുന്നതാണ് ഗൈസ്. നമുക്കിന്ന് ഒരു കാറ്ററിംഗ് വർക്ക് ഉണ്ട് കേട്ടോ. പെരുമ്പാവൂരാണ്. നമ്മൾ ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്രയുണ്ട് ബസ്സിൽ. അപ്പോൾ രാവിലെ ഒരു 8:30 നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നതാണ്. പോകുന്ന വഴിക്കാണ്ട് ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ആ ബിൽഡിംഗ് മൊത്തം ചെടികളാണ്. അത് ഫ്ലാറ്റാണ്, പക്ഷേ ഫ്ലാറ്റെന്ന് തോന്നാത്ത പോലെ അത്രയും ചെടികൾ ആ ഫ്ലാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലെപ്പോൾ പോയാലും ഞാൻ ആ ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷം വർക്കുന്ന പെരുമ്പാവൂർ ഏതോ ഓഡിറ്റോറിയം. അപ്പോൾ ഇനി നമ്മൾ ഫുൾ ബിസി ആയിരിക്കും. നമ്മൾ വരുമ്പോൾ ചായയെല്ലാം കുടിച്ചു പെരുമ്പാവൂരിന്. ഇനി നമ്മൾ ഫുൾ ബിസി ആയിരിക്കും ഗൈസ്. പണിയായിരിക്കും നമുക്കിനി കാണിക്കാം. അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിക്കാം. നോക്കട്ടെ ഇനി ചീത്ത കിട്ടുമോന്നൊന്നും അറിയില്ല. തിരക്കില്ലെങ്കിൽ ഞാൻ വീഡിയോയിലെടുത്ത് കാണിക്കാം. ഓക്കെ ഗൈസ്, നടന്നു ഗൈസ്. നമ്മൾ റെഡിയായി ഗൈസ്. നമ്മൾ വർക്കിന് പോകാൻ റെഡിയായി. ഇനി ടപ്പയെന്നായിരിക്കും പരിപാടിയല്ലോ. ഇനി നമ്മളെ കാണാൻ പോലും കിട്ടൂല. നമ്മൾ ഫുൾ ബിസി ആയിരിക്കും ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം. അങ്ങനെ നോക്കട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ ശരി ഗൈസ്, നമ്മൾ പോട്ടെ. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കാണാം. ഇനി ഇവിടെ നിന്നാൽ നമുക്ക് ചീത്ത കിട്ടും. ഓക്കെയാണ്. ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ടാണ് ഞങ്ങൾ വിളമ്പാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പൊട്ടാൻ വിളമ്പാൻ ഇനി നമ്മൾ പിന്നാക്കും. ഞങ്ങളിത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ കാറ്ററിങ്ങിന് പോകുന്നത്. ഫസ്റ്റ് ഒരു തവണ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പണി ഉണ്ടായത് ഒരു ജ്യൂസിൻ്റെ സെക്ഷനിൽ നമുക്ക് ജ്യൂസ് കൊടുക്കേണ്ട പണിയാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് നമ്മൾ വന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ സ്നാക്സ് എല്ലാം കൊടുക്കേണ്ടതെന്ന്. ഫസ്റ്റ് വന്നിട്ടാകുമ്പോൾ തന്നെ അവർക്ക് സ്നാക്സ് കൊടുക്കേണ്ട ഒരു പണിയാണ് നമുക്ക്. ഞങ്ങളോട് നേരത്തെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 9-10 മണിയാകുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾക്ക് അവിടുത്തെ ബസ് കിട്ടാൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബസ് കിട്ടാനും കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ അപ്പോൾ പണിയൊന്നും തുടങ്ങിയിട്ടുണ്ടായിട്ട് കേട്ടോ. ഞങ്ങൾ വന്നതിന് ശേഷം തുടങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ട് പിന്നെ നമുക്കിത് ക്യാപ്പൊക്കെ തന്നു, നമ്മൾ തൊപ്പി തലയിലെല്ലാം ഇട്ട് സെറ്റായി. ഈ സാധനം ഇട്ടാൽ നമ്മൾ ശരിക്കും പണിക്കാരായി ഗൈസ്. നമ്മൾ ഇതിട്ടാൽ നമ്മൾ പണിക്കാരാണ്. പിന്നെ ആ വെള്ള കോട്ടും ബ്ലാക്ക് ജീനെല്ലാം ആയിട്ട് സെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ അവിടെ പണിയെടുക്കുക. ഇതിന് കാറ്ററിങ്ങിന് വന്ന കുറേ പിള്ളേർ നമ്മളെ പോലെ പഠിക്കുന്ന പിള്ളേരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, വേറെ ഇത് സൈഡായിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ടായിട്ടുണ്ട്. ജ്യൂസിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറേ ആളുണ്ടായിട്ട് അപ്പുറത്തെ ജ്യൂസ് സെക്ഷൻ ഞങ്ങൾ ഇവിടെ സ്നാക്സ് കൊടുക്കും. അങ്ങനെയാണ് ഉണ്ടായത്. ഇതൊരു കുറച്ച് സമയം ഉണ്ടാവും. ആൾക്കാരെല്ലാം വന്നിട്ട് ഇത് തീരുന്നവരില്ല. ഇത് പെട്ടെന്ന് തീരും. ആൾക്കാർ പെട്ടെന്ന് പണിക്കും. അപ്പോൾ അത് തീർന്നിട്ട് ഞങ്ങൾക്ക് അപ്പുറത്തേക്ക് വിളമ്പാൻ കൂടി പോകണം. ആ ഒരു പണി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു 10-11 മണിയാകുമ്പോൾ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളെല്ലാം വരാൻ തുടങ്ങി. ജ്യൂസ് ഫസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായി. ജ്യൂസ് എല്ലാവരും അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാംഗോ, പൈനാപ്പിൾ, വാട്ടർമെലൺ, അതിൻ്റെ ജ്യൂസ് കുറേ ജ്യൂസെല്ലാം ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് ജ്യൂസെല്ലാം കുടിക്കും. ഞങ്ങൾക്ക് അവർ തരും, നമ്മൾ അവർക്കും കൊടുക്കും ഇടയ്ക്ക്. അങ്ങനെ ഉണ്ടായിന്. അങ്ങനെ മാംഗോ ജ്യൂസ്. ഞാൻ മാംഗോ ജ്യൂസ് എടുത്തു. ഓളെന്താ വേറെന്താ ജ്യൂസ്? സെയിം ജ്യൂസ് തന്നെ എടുത്ത് കേട്ടോ. ഇവരോട് ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ജ്യൂസ് എടുക്കാൻ. അപ്പം നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ജ്യൂസെല്ലാം കുടിച്ച് ഞങ്ങൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങലായി. കുറച്ച് ആൾക്കാരെല്ലാം വരുമ്പോഴേ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിന് കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചാൽ മതി, അതെല്ലാം എടുത്ത് വെച്ചാൽ മതി. ഇപ്പോഴേ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തീരും. പിള്ളേരെല്ലാം വന്ന് വേഗം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോകും. ആൾക്കാർ കുറച്ച് കൂടുമ്പോൾ സാധനമെല്ലാം എടുത്ത് വെച്ചാൽ മതി തരാം. അതുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നതാണ്. തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ട് പിന്നെ ഞങ്ങൾ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് കുറച്ച് ആൾക്കാരെല്ലാം കൂടാൻ തുടങ്ങിയിട്ടാകുമ്പോൾ ഞങ്ങൾ ആടെ ഒരു വലിയ പാത്രത്തിൽ ഈ സാധനം ഇട്ട് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റേണ്ട പണി ഉണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റി സ്റ്റാർട്ടറായിട്ട് ഉണ്ടായത് ചിക്കൻ ലോലിപ്പോപ്പും ചിക്കൻ നെഗറ്റ്സും ആണ് കേട്ടോ. ആൾക്കാർ കൂടാൻ തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ട് പിന്നെ ലാസ്റ്റ് 2-3 ചിക്കൻ ലോലിപ്പോപ്പെല്ലാം ബാക്കി ഉണ്ടായിട്ട് നമ്മളത് ടേസ്റ്റെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് വന്നു. ഇവിടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നോൺ വെജും ഒരു അപ്പുറത്തെ സൈഡ് വെജുകാർക്കുള്ള ഫുഡുമാണ് ഉണ്ടായത് വിളമ്പുന്നുണ്ടായത്. അപ്പോൾ അപ്പുറത്ത് നോൺ വെജ് കുറേ ചെക്കന്മാരും അവരെല്ലാം ചെയ്യുന്നുണ്ടായത് വിളമ്പുന്നുണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ ചേച്ചിമാർ നോൺ വെജ് അല്ല വെജ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളോട് പറഞ്ഞു അവരൊപ്പരം കൂടിക്കോ, അവരൊപ്പരം കൂടി വിളമ്പാലും കൂടിക്കോ എന്നിട്ട് ഞങ്ങൾ അവരൊപ്പരം വിളമ്പാൻ കൂടി. പക്ഷേ വെജിൻ്റെ അടുത്ത് അധികം ആളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വേഗം അടുത്ത പണി കഴിഞ്ഞു. വേഗം ആൾക്കാർ പോയി. കാരണം നമ്മളെ പണി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇടത്തേക്ക് വന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ആൾക്കാരെല്ലാം കുറഞ്ഞിട്ടുണ്ടായിന്. ഫുഡ് കഴിക്കാൻ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പുറത്ത് പോയിട്ട് ഇവിടെ ഐസ്ക്രീമെല്ലാം കൊടുക്കുന്നുണ്ടായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരിക്കുന്നത് നമുക്ക് പോയി ഐസ്ക്രീം തിന്നാണ്.
പിന്നെ ഞങ്ങൾ രണ്ടാളും പോയിട്ട് ഐസ്ക്രീം തിന്നാൻ പോയി. ഞങ്ങൾക്ക് അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ ഐസ്ക്രീം വിളമ്പാൻ നിന്ന ചെക്കന്മാർ നമുക്ക് ഐസ്ക്രീം എല്ലാം തന്നു കേട്ടോ. എത്ര വേണമെങ്കിൽ എടുത്തോന്നില്ല ഞങ്ങൾക്ക് വാരി വാരി തന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ലോണം ഐസ്ക്രീം എല്ലാം തിന്നു. നല്ല തൊണ്ടവേനെല്ലാം എടുത്തിട്ട് നല്ലോണം തിന്നിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം. കാരണം ആരും ഉണ്ടായിട്ടില്ല ആ ഒരു സമയത്ത്. പിന്നെ ഐസ്ക്രീം കുറേ ബാക്കിയെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഞങ്ങൾ അവരെല്ലാം കൂടി ഇരുന്ന് ഫുഡെല്ലാം ഐസ്ക്രീമെല്ലാം തിന്ന്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ ഇനി പണിയുണ്ട് കേട്ടോ. അതിന് ചെക്കനും പെണ്ണും വന്നിട്ട് ഇനി അവർക്കും കൂടി വിളമ്പേണ്ട ഒരു പണി കൂടി ഉണ്ടായിന്. അതുവരെ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായതാണ് ഉള്ളിൽ. അപ്പോൾ പിന്നെ ആ സമയത്ത് ഞങ്ങൾ ഐസ്ക്രീം തിന്നാൻ വന്നെയാണ്. ഇത് വേറെ കുറേ ഐസ്ക്രീമെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം തീർന്ന് ലാസ്റ്റ് ഉണ്ടായതാണ് ഈ വാനില ഐസ്ക്രീം. പിന്നെ ഐസ്ക്രീമെല്ലാം തിന്നിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയി ഇരുന്ന് കുറേ സമയം വെറുതെ ഇരുന്നു. കാരണം ആ ചെക്കനും പെണ്ണും വരാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായതല്ലേ. അങ്ങനെ ചെക്കനും പെണ്ണും വന്ന് അവർക്ക് വിളമ്പി ഫുഡെല്ലാം കൊടുത്ത് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അളക ബീഫ് ബിരിയാണിയാണ് എടുത്തത്. ഞാൻ ബീഫ് ബിരിയാണി തിന്നൂല, ബീഫ് തിന്നാത്തതുകൊണ്ട് ഞാൻ സാധാ റൈസും, അതായത് ബീഫ് ബിരിയാണീൻ്റെ റൈസും ചിക്കൻ ഫ്രൈയും അതെല്ലാം എടുത്ത് തിന്നു. പപ്പടെല്ലാം ഉണ്ടായി. പിന്നെ ഞാൻ രണ്ടാമത് സാദാ ചോറ് കൂടി തിന്നു കേട്ടോ. എനിക്ക് സാദാ ചോറ് തിന്നാൻ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ സാദാ ചോറും കൂടി തിന്നു. അവസാനം കുറേ ഫുഡ് ബാക്കി ഉണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു കുറേ കൊണ്ടുപോയിക്കും. ഞങ്ങളിൽ കവർ ഉണ്ടായിട്ടില്ല. ഒരു കവർ ഉണ്ടായാലും ഞങ്ങൾ ആളൊക്കെ ബീഫ് ബിരിയാണി എടുത്തുട്ടോ. പിന്നെ കുറച്ച് ലോലിപോപ്പെല്ലാം ഉണ്ടായിന് ബാക്കി, അതും കൂടി എടുത്തു. വേറെ സദ്യേൻ്റെ കറിയെല്ലാം കുറേ ബാക്കി ഉണ്ടായിന്. കവറില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ അതൊന്നും എടുക്കാത്ത. കുറേ അവിയലും ക്യാബേജ് ഉപ്പേരിയും സാമ്പാറും അങ്ങനെ കുറേ കറിയെല്ലാം ബാക്കി ഉണ്ടായി. ചേച്ചിമാരെല്ലാം കുറേ കൊണ്ടുപോയിന് കേട്ടോ. അവർ കവറെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്കറിയില്ലല്ലോ ബാക്കി ഫുഡെല്ലാം ഉണ്ടാവും. നമ്മൾ കവറൊന്നും ശരിക്കും പറഞ്ഞാൽ മറന്നുപോയതാണ്. കഴിഞ്ഞ ഒരു വർക്കിലും നമുക്കിങ്ങനെ കവറൊന്നും കൊണ്ടാകത്തോണ്ട് ഫുഡൊന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇന്നും നമ്മൾ കവർ എടുക്കാൻ മറന്നു. പിന്നെ ഞങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊന്നും ആയിട്ടാണ്, ഒരു 3-4 മണിയെല്ലാം ആകുമ്പോൾ നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങളിത് അഡ്രസ്സെല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. ഞങ്ങളോട് പറഞ്ഞു ഇനി പോയിക്കോ, ഇനി പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ വർക്കാണ് കാറ്ററിങ്ങിന്. അപ്പോൾ നമ്മളെപ്പോലെ കുറേ പേര് കാറ്ററിംഗ് എല്ലാം പോകുന്നവരുണ്ട് കേട്ടോ. അത് ഇവിടെ വന്നിട്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയോ പിള്ളേർ കാറ്ററിങ്ങിന് വരുന്നുണ്ട്. നമ്മളെ പ്രായത്തിലെ പെൺപിള്ളേരും വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് മണി ആവും. നമ്മൾ വെറുതെ ഹോസ്റ്റലിൽ ഇരിക്കുന്നില്ല, നമുക്ക് പണിയെടുത്ത് നമ്മളെ ആവശ്യത്തിനുള്ള പൈസ എല്ലാം കിട്ടുന്ന ഒരു നല്ലൊരു പരിപാടിയാണ് കാറ്ററിങ്. അപ്പോൾ നമുക്കിഷ്ടമായിന്. ജ്യൂസിൻ്റെ അടുത്ത് നിന്നാൽ ഇതിൽ പണി വെച്ചാൽ ഇങ്ങനെ കോരിക്കൊടുക്കണം. കുറച്ച് പണിയുണ്ട് ജ്യൂസിൻ്റെ അടുത്ത്. പക്ഷേ ഈ പണി നമുക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. ഭയങ്കര രസമുണ്ടായിരുന്നു. വലിയ മടുപ്പൊന്നും തോന്നാത്തൊരു പണി ഉണ്ടായതെന്ന് കാറ്ററിങ്ങിന് വന്നിട്ടാകുമ്പോൾ. അങ്ങനെ വിളമ്പുന്ന പണിയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായി. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് പെരുമ്പാവൂർ ടൗണിലേക്ക് പോയാൽ നമുക്ക് ബസ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു റിക്ഷ ഉണ്ടായിന് കേട്ടോ. ആ ഒരു ചേട്ടൻ്റെ റിക്ഷയിൽ കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇവരെ കാറ്ററിങ്ങിൽ ഒരാൾ തന്നെയാണ് കേട്ടോ. ഫുഡെല്ലാം ഉണ്ടാക്കുന്ന ഒരാളാണ്, മെയിനായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്നാൽ ബസ്സിൻ്റെ അടുത്ത് ബസ് ഇടുന്നിടത്ത് കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ റിക്ഷയിലാക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നടക്കാനുണ്ട്. സെയിം ഓഡിറ്റോറിയത്തിലാണ് ഉണ്ടായത് കല്യാണം. ഒരു മുസ്ലിമിൻ്റെ കല്യാണമാണ് ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാക്കാമെന്ന് പറഞ്ഞു. നമ്മൾ വരുമ്പോൾ വന്നത് ആലുവ ഇറങ്ങിയിട്ട് ആലുവ ഒരു ബസ്സിനും പിന്നെ ആലുവയിൽ നിന്ന് പെരുമ്പാവൂരേക്ക് വേറെ ബസ്സിനാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 ബസ് കയറേണ്ടി വന്നു ഫസ്റ്റ് വരുമ്പോൾ. പക്ഷെ നമുക്ക് പോകുമ്പോൾ ഒരൊറ്റ ബസ് കിട്ടി. നേരെ ഡയറക്റ്റ് എറണാകുളത്തേക്ക് വന്ന ബസ്സിലാണ് നമ്മൾ പോയി കയറിയത്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ആലുവയിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ട്. ആലുവയിൽ നിന്ന് ഇറങ്ങി മാറിക്കുമ്പോൾ ബസ്സിന് പൈസ മാറൂട്ടാ. കുറച്ചുകൂടി വരുമ്പോൾ പൈസ കൂടിയിന് ബസ്സിന്, പക്ഷെ പോകുമ്പോൾ പൈസ കുറവായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലെത്തി നമ്മൾ കൊണ്ടുവന്നിട്ടേ ബീഫ് ബിരിയാണി. അപ്പോൾ അതെ ഇവർ അൻവിക്കും അമീഷക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വിളിച്ചു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ എന്തായാലും ബീഫ് ബിരിയാണി തിന്നാൻ പോകുന്നില്ല. ഞാൻ ആ ചിക്കൻ ലോലിപോപ്പ് തിന്നു കേട്ടോ. അത് ഞാൻ 2-3 എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു 6 മണിക്കുള്ളിൽ എത്തിയിട്ടുണ്ട്. 5:30 എന്തായാലും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:30 ഹോസ്റ്റലിൽ എത്തിന്. അപ്പോൾ എത്തിയപ്പാടെ തന്നെ ഇവരെ വിളിച്ചു. ഇവരോട് ഞങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഫുഡെല്ലാം കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർക്കിനും പോയിട്ടാകുമ്പോൾ നമ്മളോട് പറയും പോകുമ്പോൾ ഫുഡ് കൊണ്ടുവരണേ, ബാക്കിൻ്റെ ഫുഡ് കൊണ്ടുവരണേ എന്ന് പറയും. അപ്പോൾ ഹോസ്റ്റലിലുള്ളവർക്ക് നമ്മൾ ഫുഡ് കൊണ്ടുവരും. ഇന്നും കൊണ്ടുവന്നു. കുറച്ചുകൂടി കവർ എടുത്തിട്ട് നമുക്ക് സദ്യ എല്ലാം കൊണ്ടുവരായിരുന്നു. പക്ഷേ കവർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സദ്യ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ കുറേ പേര് കാറ്ററിംഗ് എല്ലാം പോകട്ടെ. അപ്പോൾ അവർ കാറ്ററിങ്ങിന് പോകുമ്പോൾ അവർ വൈകുന്നേരം ഫുഡുണ്ട് നമുക്കെല്ലാം കൊണ്ട് തരും. അങ്ങനെ നല്ലൊരു പരിപാടിയാണ് ഗൈസ് കാറ്ററിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല പോയത്. പെട്ടെന്ന് തീരുമാനിച്ചൊരു വീഡിയോ എടുക്കലായിരുന്നു. ഇത് നമുക്കൊരു ഓർമ്മയില്ല. നമ്മളും പണിക്ക് പോയി ഇതെല്ലാം നമുക്ക് അമ്മേനെല്ലാം കാണിക്കാമല്ലോ. നമ്മൾ പണിക്കെല്ലാം പോയി തന്നിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്കൊരു ഓർമ്മയ്ക്കായിട്ട് നിൽക്കുമല്ലോ. ഞങ്ങളിങ്ങനെ ക്ലാസ്സില്ലായിരിക്കുമ്പോൾ കാറ്ററിങ്ങിന് പോയിട്ടാണ് നമ്മളെ വിളിക്കും. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഷർട്ടും വൈറ്റ് ഷർട്ടും പാൻറ്റെല്ലാം ഉണ്ട്. ഷൂ എല്ലാം വേണം. ശരിക്കും നമുക്ക് ഷൂ ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ വിളിക്കും. ഇങ്ങനെ ഉണ്ടോ ഷർട്ടെല്ലാം ഉണ്ടോ ചോദിക്കും. നമ്മൾ ഷർട്ടില്ലെങ്കിലും കടലെല്ലാം മേടിച്ചിട്ട് ഷർട്ടെല്ലാം ഇട്ടിട്ട് നമ്മൾ സെറ്റായിട്ട് പോകും. അങ്ങനെയാണ് നമ്മൾ കാറ്ററിങ്ങിന് പോല്. അപ്പോൾ അത് ഫുഡെല്ലാം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അൻവി അമീഷയും. പിന്നെ അധികമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അളകെ മാത്രമേ തിന്നു. ഞാൻ തിന്നാത്തതുകൊണ്ട് അവർക്ക് 3 കിലോ കറക്റ്റ് റൈസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ചിക്കൻ ലോലിപോപ്പ്, നമ്മളെ ടിഷ്യൂൻ്റെ കവറില്ലേ
നമ്മൾ ടിഷ്യൂലാണ് അവർക്ക് ലോലിപോപ്പെല്ലാം അങ്ങനെ ചുരുട്ടിയിട്ടല്ല, ടിഷ്യൂ പേപ്പറിൽ പാത്രം ഇല്ലാത്തതുകൊണ്ട് ടിഷ്യൂലാണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ആ ഒരു ടിഷ്യൂവിൻ്റെ കവറിലാണ് ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പ് കൊണ്ടുവന്നത്. പിന്നെ ചിക്കൻ നഗറ്റ്സ് തീർന്നിട്ടുണ്ടായിന്, അത് പെട്ടെന്ന് തീർന്നു കേട്ടോ. പക്ഷെ കുറേ ഉണ്ടായിന്, ആൾക്കാരിങ്ങനെ കുറേ ഒരു 3-4 വട്ടം വന്ന് മേടിക്കും, അങ്ങനെ തീർന്നിട്ടുണ്ടായിന് ചിക്കൻ നഗറ്റ്സ് എല്ലാം. അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ, പക്ഷെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ട് അവിടെ നിൽക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട്, അല്ലാണ്ട് കൊണ്ടുവരാൻ മാത്രം അതൊന്നും ഉണ്ടായിട്ടില്ല, അത് തീർന്നിട്ടുണ്ടായിന്. നമ്മളന്ന് ടേസ്റ്റ് ചെയ്തിന്. പിന്നെ അതാ ഈ ടിഷ്യൂവിൻ്റെ കവറിൽ പൊതിഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളൊപ്പം ജ്യൂസിലുണ്ടായി അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ടായിന് ചിക്കൻ ലോലിപ്പോൾ, അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അവരും കൊണ്ടുപോയിന്, നമ്മളും കൊണ്ടുവന്നു. ഫുഡും അവരെല്ലാവരും കൊണ്ടുപോയി. ബാക്കി ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്തുവിടും കേട്ടോ. അവിടെ ബാക്കി ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുത്തുവിടും, അങ്ങനെ കൊടുത്തുവിടാത്തൊന്നുമില്ല, എല്ലാവർക്കും കൊടുത്തുവിടും. എല്ലാവരും കവറിലും കൊണ്ടാണ് വരുന്നത്, നമ്മൾ മാത്രം കവറൊന്നും ഇല്ലാണ്ട് വെറുതെ കയ്യും വീശി പോയ പോലെ. പക്ഷേ ഇനി കാറ്ററിങ്ങിന് പോകുമ്പോൾ നമ്മൾ കവറിലും കൊണ്ടുപോകും കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ ഫുഡെല്ലാം കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ കൊടുക്കാമല്ലോ, നല്ലൊരു പരിപാടിയല്ലേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതെപ്പോഴും ഞാൻ പറയാൻ മറക്കും എൻ്റെ വീഡിയോയിൽ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനത്തെ വീഡിയോസെല്ലാം ഞാൻ ഇനി ഇടാൻ നോക്കാം. ഇനി കാറ്ററിങ്ങിന് പോയാൽ നോക്കാം. ഗൈസ്, നമുക്കൊരു ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിട്ടാ, ഒറ്റെണ്ണം ഉണ്ടായിട്ടാ, അത് കിട്ടീന് ഭാഗ്യത്തിന്. അത് ഞാൻ ഓർത്തിട്ടില്ല അത് ഉണ്ടായിന്, ഒരൊറ്റെണ്ണം ഉണ്ടായിന്, അത് ഞങ്ങൾ 4 കൂടി തിന്ന്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ. ഞാൻ ഇങ്ങനത്തെ കാറ്ററിങ്ങിന് മുമ്പ് ഇനി വീഡിയോസ് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ കാറ്ററിങ്ങിന് പോകുമ്പോൾ നമുക്ക് ഫുൾ ബിസി ആയിരിക്കും, തിരക്കായിരിക്കും, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇനിയും നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.